നമസ്കാരം. റാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സഞ്ജു സാംസണിന് കൺസിസ്റ്റൻസി ഇല്ലത്ര. ഒരു കളിയിലടിച്ചാൽ അടുത്ത കളിയിൽ അവൻ കളിക്കില്ലത്ര. ക്വാർട്ടർ ഫൈനൽ മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സൂപ്പർ 8 പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ അവൻ 97 റൺസ് അടിച്ചപ്പോൾ ചില ദോഷൈക ദൃക്കുകൾ പറഞ്ഞിരുന്നു, അടുത്ത കളി കാണാം. കണ്ടടോ, അടുത്ത കളിയിൽ അവൻ 89 റൺസാണ് അടിച്ചു കൂട്ടിയത്. പൊള്ളിച്ചടുക്കിയ ബാറ്റിങ്. അതിൻ്റെ ബലത്തിൽ തന്നെയാണ് ഇന്ത്യ 250 കടന്നത്. അപ്പോൾ ഷാഹുലിനോട് ഞാനൊരു പ്രോമിസ് കൊടുത്തിരുന്നു, സഞ്ജു തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും 50+ സ്കോർ നേടുകയാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു തരാമെന്ന്. സഞ്ജു അത് ചെയ്ത് കാണിച്ചു. ഞാനിത് ആ പ്രോമിസ് നിറവേറ്റാൻ വേണ്ടി പോവുകയാണ്. സഞ്ജുവിൻ്റെ ഈ വേൾഡ് കപ്പിലെ പ്രകടനം നോക്കുക, ഒരു പക്ഷേ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറും. 4 ഇന്നിങ്സുകൾ, 4 ഇന്നിങ്സുകളെ അവൻ കളിച്ചിട്ടുള്ളൂ. 232 റൺസ്, 77.33 ആവറേജ്, 201.73 സ്ട്രൈക്ക് റേറ്റ്. ക്വാർട്ടർ ഫൈനൽ എന്ന് വിളിക്കാവുന്ന മത്സരത്തിൽ 50, സെമി ഫൈനലിൽ 50. ഒരു സംശയവും വേണ്ട, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് T20 വേൾഡ് കപ്പ് പെർഫോമൻസ് എവർ. അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അതിനു മുമ്പ് ഷാഹുലിന് പറഞ്ഞ ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അവനോട് പറഞ്ഞത്, സഞ്ജു ഈ മത്സരത്തിലും 50 അടിക്കുകയാണെങ്കിൽ ഇത്തവണത്തെ പെരുന്നാൾ ഡ്രസ്സ് എൻ്റെ വകയാണെന്നാണ്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കടയിലേക്ക് പോവുകയാണ്. അതൊന്ന് വെറുതെ ഈ ഒരു സന്തോഷം കൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പോൾ ഷാഹുലിനോട് പറഞ്ഞ വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കോട്ടക്കൽ ലിനൻ സ്റ്റോറിൽ വന്നതാണ്. കോട്ടക്കൽ ചെങ്കോട്ടിയിലാണ് ഈ സ്റ്റോറുള്ളത്. അതുപോലെ തന്നെ അവർക്ക് തിരൂർ തെക്കുമുറിയിലും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇത് മലബാറിലെ മൾട്ടി ബ്രാൻഡ് ലിനൻ ഡ്രസ്സുകൾ സെല്ല് ചെയ്യുന്ന ആദ്യത്തെ ഷോറൂമാണ്. ഒരു 10 പതിറ്റാണ്ടിലധികമായിട്ട് അവർക്ക് പാരമ്പര്യമുണ്ട്. അപ്പോൾ വിശ്വസിച്ചെത്താമെന്നുള്ളതുകൊണ്ടാണ് ഷാഹുലിനും കൂട്ടി ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇപ്പോൾ ലിനനാണ് ട്രെൻഡ് എന്ന് ഷാഹുൽ പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് ധോത്തീസ് അവൈലബിൾ ആണ്. ലിനൻ്റെ ധോത്തീസ് ഉണ്ട്, അതിൽ കൈത്തറി ആയിട്ടുള്ള ധോത്തീസ് ഉണ്ട്. കൂടാതെ നമുക്ക് ഇപ്പം ഷർട്ടാണെങ്കിൽ നോക്കുക, വെറൈറ്റി ഷർട്ടുകളുണ്ട്, ചെക്ക്, അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളത്. പിന്നെ പാൻ പീസുകൾ, ഈ ലിനൻ്റെ പാൻ പീസ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ ടൈലറിങ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഫിറ്റിങ്സിന് വളരെ കൃത്യമായിട്ട് അവർ തയ്ച്ചു തരും. അപ്പോൾ ടൈലറിങ് ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഈ പെരുന്നാൾക്ക് വന്ന് ഡ്രസ്സ് എടുത്ത് പോകാൻ പറ്റിയ സ്ഥലമാണ് ഈ ലിനൻ സ്റ്റോർ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി സ്ഥലം ഒന്ന് പറഞ്ഞുതരാം. കോട്ടക്കൽ ചെങ്കോട്ടി ജംഗ്ഷനിൽ അൽമാസിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തിരൂര് തെക്കുമുറിയിലാണുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ ഫിറ്റിങ്സിനനുസരിച്ച് കൃത്യമായിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തരും. അതോടൊപ്പം വാട്സപ്പിലൂടെ നമ്മൾ ബന്ധപ്പെട്ടാലും അവർ സാധനങ്ങൾ എത്തിച്ചേരും. അപ്പോൾ കസ്റ്റമർ കെയർ സർവീസ് വളരെ പെർഫെക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ നമ്മൾ വീഡിയോൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ആ നമ്പർ കാണാൻ പറ്റും. അതോടൊപ്പം നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് പെരുന്നാൾക്ക് വന്ന് ഡ്രസ്സ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പുതിയ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ പറയുകയാണ്. നോക്കുക, സഞ്ജു സാംസൺ ഈ T20 വേൾഡ് കപ്പ് എഡീഷനിൽ 16 സിക്സറുകളാണ് അടിച്ചത്. അപ്പോൾ മോസ്റ്റ് സിക്സസ് ഫോർ ഇന്ത്യ ഇൻ എ T20 വേൾഡ് കപ്പ് എഡീഷൻ. സഞ്ജു 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 4 കളിയെ കളിച്ചുള്ളേ. നോക്കണം, 16 സിക്സറുകൾ. 2026 16 സിക്സറുകൾ അടിച്ചുകൊണ്ട് ആ കാര്യത്തിൽ റെക്കോർഡ് ഇട്ടിരിക്കുന്നു. മോസ്റ്റ് സിക്സസ് ഫോർ ഇന്ത്യ ഇൻ എ T20 വേൾഡ് കപ്പ് എഡീഷൻ. രണ്ടാമത് രോഹിത് ശർമ്മ 2024 15 സിക്സർ. സാക്ഷാൽ ഹിറ്റ്മാനെ മറികടന്നിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ശിവൻ ദ്യൂബയാണ് സഞ്ജുവിനൊപ്പം പിടിക്കുന്നത് ഈ വേൾഡ് കപ്പിൽ. അത് 15 സിക്സറാണ്. ഇഷാൻ കിഷൻ ഉണ്ട് 14 സിക്സറുകൾ. ഹാർദിക് പാണ്ഡ്യ ഉണ്ട് 14 സിക്സർ. ഇതൊക്കെ ഈ വേൾഡ് കപ്പിലേതാണ്. യുവരാജ് സിംഗ് ഉണ്ടല്ലോ, അദ്ദേഹം 12 സിക്സറുകളാണ് 2007 അടിച്ചത്. നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ പേസ് ബൗളർ, അവനെ 6 സിക്സറുകൾ അടിച്ച് ഓർമ്മയില്ല. അവനൊന്നും വിളിക്കേണ്ട, അയാൾ ലെജൻഡായി മാറിയിട്ടുണ്ട്, സ്റ്റുവർട്ട് ബ്രോഡ്. ആ 6 സിക്സർ അടിച്ചതടക്കം 12 സിക്സറുകൾ. അപ്പോഴാണ് സഞ്ജുവിടെ 16 സിക്സറുകളുമായിട്ട് പൊളിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി കേൾക്കേണ്ടതുണ്ട്. അതായത് ഈ T20 വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റിന് ഇപ്പോഴുള്ള നോമിനേഷൻ ആരൊക്കെയാണെന്നറിയോ? സഞ്ജു സാംസൺ. യെസ്, ഒഫീഷ്യൽ നോമിനേഷനാണ്. സഞ്ജു സാംസൺ, വിൽ ജാക്സ്, ലുങ്കി എങ്കേഡി, എയ്ഡൻ മർക്രം, ടീം സിഫേർട്ട്, രജിൻ രവീന്ദ്ര, ഷൈബ്സാദ ഫർഹാൻ, അതുപോലെ ഷാർലി വാൻ ഷാൽട്വിക്ക്. വെറും 4 കളികൾ കൊണ്ട് ഇതിലിടം പിടിച്ച സഞ്ജു മാസല്ലേ? യെസ്, പ്രതീക്ഷിക്കാം നമുക്ക് ഫൈനലിലും അവൻ്റെ
മറ്റൊരു മാസ്മരിക പ്രകടനം. പിന്നെ ഒരു കാര്യം, ഫൈനലിൽ സഞ്ജു നല്ല കളി കളിച്ചാൽ ഷാഹുൽ എന്തെങ്കിലും ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. നമുക്ക് വീണ്ടും കാണാം.